മൈ ഗൈസ്, അങ്ങനെ 5-6 വർഷത്തെ പ്ലാനിങ്ങിന് കാത്തിരിപ്പിനോടില്ല ആ വണ്ടി അങ്ങനെ നമ്മൾ വരയുടെ മുറ്റത്തൊന്നും. നമ്മൾ ഈ കുണ്ടി കുളിക്കാണ്ട് പോകണേ. നമ്മൾ നാട്ടിൽ നിന്ന് പെരുന്നാൾ ട്രിപ്പാണ്. എല്ലാ പെരുന്നാൾക്കും പ്ലാനിങ് നടക്കും. പക്ഷെ നമ്മളാണ് പോക്കി. ഇന്നിപ്പോ എങ്ങനെയായാലും വണ്ടി മുറ്റത്തെത്തി. ട്രിപ്പിന് പേര് കൊടുക്കുമ്പോൾ 34 ആൾക്കാരുണ്ട്. വണ്ടി നോക്കുമ്പോൾ വല്ല അവാർഡ് പടത്തിന് പോയ ഫീൽ ചെയ്യും. അവിടെ ഇവിടെ ആയിട്ട് ഒരു 3-4 ആൾക്കാർ. അങ്ങനെ എല്ലാ കുതിരയിലും എടുത്തുകൊണ്ട് നമ്മളാണ് വണ്ടർലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി. നമ്മൾ ഇറങ്ങിയ ടൈമിംഗ് പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് വണ്ടറിൽ പൂട്ടാൻ നേരത്തെ തന്നെ നമ്മളവിടെ. അതുകൊണ്ട് നമ്മൾ പ്ലാൻ മാറ്റിക്കാണ്ട് സൂര്യനെല്ലിക്കാക്കി പോണേക്ക് ഈ പീഡിയൊക്കെ ഇറങ്ങാണ്ട് ഓരോ നെയ്റോസ്റ്റ് എല്ലാവരും നീച്ചു പോയിട്ട് ഇപ്പം മാത്രം നീച്ചു പോകുന്നു. വല്ല കല്യാണ പരിപാടിക്കൊക്കെ ബാക്കി വന്ന ബിരിയാണി ചെമ്പ് കാലിയാക്കണ്ടേ വിളിച്ചാൽ ദോശയുടെ കയറിയേക്ക് നമ്മളൊന്നാണ് സാർ. ഇവന്റെ ഈ കണ്ണ് കുത്തുന്ന സ്റ്റെപ്പ് കാരണം 2 ആൾക്കാരെ കണ്ണൊന്ന് ചോരയും ഒരാളെ മൂക്കുന്ന ചീരാപ്പും വന്നു. ഇപ്പം പിന്നെ ഇതൊന്നും അറിയില്ല, പ്രേമലോകത്താണ്. വണ്ടിയിൽ ഡാൻസ് കളിച്ച് പോരാത്തതിന് നമ്മൾ റോട്ടിൽ ഇറങ്ങി കണ്ടാണ് കളിച്ചു. നമ്മൾ കക്കാടനിലാണ് പോകുന്നത്. എന്റെ ബോക്സ് എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല, കിടില. അങ്ങനെ ഉച്ചയായപ്പോ ഒരു പീടിയെന്ന് കുറച്ച് കഞ്ഞിയും കൂടി. അടിമാലി എത്തുന്നതിന് മുമ്പ് 10-ാം മൈൽ കിടില ഫുഡ്. 3 പോണൽ കയറിക്കൊണ്ട് നല്ല ഹോംലി ഫുഡ്. പിന്നെ 3 ഒന്ന് പുറത്തിറങ്ങി നടന്നിട്ട് അങ്ങനെ എത്തുന്നില്ല. കാരണം ഏതെങ്കിലും ഒരു പീടിയിൽ പയക്കോലാൻ ഡബ്ബൻ അവിടെ നിൽക്കുകയാണ്. ഇതാണ് ഞങ്ങൾ സ്വന്തം മരിക്കും. അതിന്റെ ഇടയിൽ ഈ ചായയാണ് കുടിച്ചേക്കിന്റെ ചങ്ങായിക്ക് തൂറാനാണ് മുട്ടി. അങ്ങനെ അവസാനം അവിടെ ഒരു കുറ്റിക്കാട്ട് കൊണ്ട് അതിന്റെ ചങ്ങായി അവനെ കുട്ടി. ഇതൊന്നല്ല പ്രശ്നം. ഒരു കുറ്റിക്കാട്ട് പോയപ്പോ മോൾക്കൊരു ഡ്രോൺ പോയി. അതിലെങ്ങാനും പെട്ടുക്കണോ? നമ്മളൊക്കെ മൂക്കുന്ന മൂക്കട്ടല്ലേ വരെ. എന്റെ ചങ്ങായിന്റെ മൂക്കുന്ന പൂവ വരും. കാരണം അവനൊരു പൂക്കിയാണ്, പക്ഷെ സ്വഭാവം ഒരു പൂ. നമ്മളങ്ങനെ റിസോർട്ട് നടത്തം കണ്ട ലാലേട്ടന് വാദം പിടിച്ചമാരൊക്കെ തോന്നും. പക്ഷെ സംഗതി അടി പിടിച്ചു. നേരെ വണ്ടി അത് കക്കൂസുക്കാണ്. കക്കൂസുണ്ടേക്ക് വലിയൊരുന്നാൾ വന്ന പൊലിവേ. നമ്മൾ 3 സൂര്യനെല്ലിയിൽ നിന്നിരുന്ന റിസോർട്ടാണ് അരിക്കൊമ്പൻ റിസോർട്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊളുക്കുമലൊക്കെ വരുന്നവർക്ക് നിൽക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടി. ഉൾക്കറങ്ങാത്തവരൊക്കെ എടുത്തങ്ങിട്ടു വള്ളത്തിൽ. രാത്രി ആയപ്പോ എന്താണ് ഫീൽ? കോടക്കറങ്ങി നമ്മൾ പുറത്തു പോയി വാങ്ങിയാണ്ട് ബിരിയാണി ഉണ്ടാക്കി തിന്നു. അപ്പൊ ബാക്കി നാളെ.